Yes. So, നമ്മൾ methods of milling പഠിച്ചു അല്ലേ? So, have already studied about up milling and down milling. There are methods of milling അല്ലേ? Two types, two methods of milling എന്ന് പറയുന്നത് peripheral milling and phase milling എന്നുള്ള രീതിയിൽ പഠിച്ചു. Now, let's discuss about operations in milling machines. Okay, there are different operations in milling machine. I have listed a 7 അല്ലേ, ഒരു 7ഓളം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ കൂടുതൽ മില്ലിങ്സ് ഉണ്ട് എന്ന് പറയാം. ലൈക്ക് ഫേസ് മില്ലിങ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള, ഓക്കെ, ഫേസ് മില്ലിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് ഒരു 8 to 9 ടൈപ്സ് ഓഫ് മില്ലിംഗ് ഉണ്ട് എന്നാ പറയാം. ഓപ്പറേഷൻസ് ഇൻ മില്ലിംഗ് ഞാൻ മോസ്റ്റ് കോമൺലി ആയിട്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് ഓപ്പറേഷൻസ്. ഒരു മില്ലിംഗ് മെഷീനിൽ how we will perform different operations, what all operations can be performed in a milling machine. Okay, that's what we are going to see. Right, first one, milling, plain milling. Okay, plain milling അതായത് നമ്മുടെ സാധാരണ മില്ലിംഗ്, പ്ലെയിൻ മില്ലിംഗ്. റൈറ്റ്, പ്ലെയിൻ മില്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊഡക്ഷൻ ഓഫ് പ്ലെയിൻ ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് സർഫേസ്. ഓക്കെ, പ്രൊഡ്യൂസിങ് ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർഫേസ്, പ്ലെയിൻ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സർഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ പ്ലെയിൻ, ദ പ്ലെയിൻ മില്ലിംഗ് ഓപ്പറേഷൻ പ്രൊഡ്യൂസസ് പ്ലെയിൻ ഓർ ഹൊറിസോണ്ടൽ സർഫേസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ പ്ലെയിൻ മില്ലിംഗ് കട്ടർ. അപ്പോൾ ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു പ്ലെയിൻ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, സർഫേസ് വിൽ ബി പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കട്ടർ വിൽ ബി plain milling cutter. Depth of cut is given by rotating the vertical feed screw of the table. Okay, depth of cut is given by rotating the vertical feed screw of the table. അതായത് ടേബിൾ മൂവ്മെൻറ്റിനാണ് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ പ്ലെയിൻ മില്ലിങ്ങിൽ മെയിൻ ആയിട്ടുള്ള ഒരു 3 പോയിന്റ് എന്ന് പറയുന്നതാണ് പ്രൊഡക്ഷൻ. പ്ലെയിൻ മില്ലിംഗ് എന്ന് പറയുന്നത് we will use a plain milling cutter to perform a plain milling operation in a milling machine. This plain milling operation produces plain or horizontal surface parallel to the axis of rotation of the cutter. Okay, produces flat horizontal surfaces, and the depth of cut is given by rotating the vertical feed screw of the table. നിങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേഷൻ, സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് താഴെയുള്ള ഫിഗറിൽ കാണാം അല്ലേ. ഒരു പ്ലെയിൻ മില്ലിംഗ് അല്ലെങ്കിൽ സ്ലാബ് മില്ലിംഗ് ആയാലും സെയിം ആണ്. സ്ലാബ് ആൻഡ് പ്ലെയിൻ മില്ലിംഗ് കട്ടർ രണ്ടും തമ്മിൽ വ്യത്യാസം ഓർമ്മയുണ്ടോ? പ്ലെയിൻ മില്ലിംഗ് കട്ടർ ആൻഡ് സ്ലാബ് മില്ലിംഗ് കട്ടർ. ഡു യു റിമെമ്പർ a difference between a plain milling cutter and slab milling cutter? സ്ലാബ് മില്ലിംഗ് കട്ടറിന് വിഡ്ത്ത് കൂടുതലായിരിക്കും. റിമെമ്പർ, രണ്ടും ഹൊറിസോണ്ടലി ഫ്ലാറ്റ് സർഫേസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ദ ഓപ്പറേഷൻസ് അല്ലേ, ഫോർ ദ സെയിം ഓപ്പറേഷൻ ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ്. സോ പ്ലെയിൻ മില്ലിംഗ് ഓർ സ്ലാബ് മില്ലിംഗ് ക്യാൻ ബി അണ്ടർ ദ പ്ലെയിൻ സെയിം കാറ്റഗറി. ഓക്കെ, ഓപ്പറേഷൻ ഇൻ പ്ലെയിൻ മില്ലിംഗ് മെഷീനിൽ ഒറ്റ കാറ്റഗറി ആയിട്ട് പെടുത്താവുന്നതാണ് പ്ലെയിൻ മില്ലിംഗ് ഓർ സ്ലാബ് മില്ലിംഗ് എന്നാണ് പറയുക. ഓക്കെ, is that okay? Plain milling operation. Now, ഒരിക്കലും പ്ലെയിൻ മില്ലിംഗ് കട്ടേഴ്സും മില്ലിംഗ് ഓപ്പറേഷൻസും മാറിപ്പോയില്ല എന്നറിയാം. പക്ഷേ പഠിക്കുന്ന പോയിന്റ്സുകൾ ബൈ ഹാർട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ ഷുഡ് നെവർ ഡു ദാറ്റ്. ഓക്കെ, ആദ്യം കട്ടേഴ്സ് പഠിക്കുക, എന്നിട്ട് ഓപ്പറേഷൻസ് പഠിക്കുക. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കൻ ഇമാജിൻ ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, കൃത്യമായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും ഓപ്പറേഷൻസിൽ. ഓക്കെ, നൗ ഈ പ്ലെയിൻ മില്ലിങ്ങിൻ്റെ കൂടെ തന്നെ ഫേസ് മില്ലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു വിൽ സീ, ഫേസ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് മില്ലിംഗ് ഓപ്പറേഷൻ ഇസ് പെർഫോംഡ് ബൈ യൂസിങ് എ ഫേസ് മില്ലിംഗ് കട്ടർ. ഓക്കെ, ഒരു ഫേസ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഫേസ് മില്ലിംഗ് ചെയ്യുന്നുണ്ടാവുക. റൈറ്റ്, ഫേസ് മില്ലിംഗ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണിച്ചെന്ന് ഓർമ്മയില്ലേ? റിമെമ്പർ ദാറ്റ്, റൈറ്റ്?
ഫേസ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഫേസ് മില്ലിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഫേസ് മില്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് സർഫേസ് ആണ് ചെയ്യുന്നത്. ബട്ട് സെയിം വേ ഫേസ് മില്ലിംഗ് ഓൾസോ ഡു ദ സെയിം, ബട്ട് ദിസ് റൊട്ടേഷൻ അല്ലേ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ പെർപെൻഡിക്കുലർ ടു ദ വർക്ക് പീസ് ആയിരിക്കും. നമുക്ക് ഇതിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ടു ദ വർക്ക് പീസ് ആണ്. ലൈറ്റ് ഫേസ് മില്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഓപ്പറേഷൻസ് പെർഫോംഡ് ഫോർ മേക്കിംഗ് ഹൊറിസോണ്ടൽ സർഫേസസ് അല്ലേ, plain surfaces, flat surfaces, but the rotation of the milling cutter, phase milling cutter, is about axis perpendicular to the workpiece. അതാണ് പ്ലെയിൻ മില്ലിങ്ങും ഫേസ് മില്ലിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ, റൈറ്റ്. സോ സൈഡ് മില്ലിംഗ് കട്ടർ. ഓക്കെ, സൈഡ് മില്ലിംഗ്. സൈഡ് മില്ലിംഗ്. So, production of flat vertical surface on the side of the workpiece. Workpiece in the side. Okay, the side. Workpiece in the side. Flat height vertical surfaces produce ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു സ്ക്വയർ കൺസിഡർ സ്ക്വയർ. അപ്പം ഫ്ലാറ്റ് സർഫേസ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി അല്ലേ, ഹൊറിസോണ്ടൽ സർഫേസ് ഏറ്റവും ടോപ്പിലെ സർഫേസ് ആണ്. സോ അതിൻ്റെ സൈഡ്സ് ഉണ്ടാവില്ലേ, സൈഡ്സ് അല്ലേ, സൈഡ്സ്. ഈ സൈഡ്സ് മില്ല് ചെയ്യുക, ഈ സൈഡ്സിൻ്റെ പാർട്ട് വെർട്ടിക്കലി ഫ്ലാറ്റ് ആക്കുക. സോ that operation is known as side milling. Okay, production of flat vertical surface on the side of the workpiece, that is called side milling. Okay, side milling operation. Surface is milled by using a side milling cutter. ഒരു സൈഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈഡ് മില്ലിംഗ് ചെയ്യുന്നത്. ഡെപ്ത് ഓഫ് കട്ട് ഇസ് ഗിവൺ ബൈ റൊട്ടേറ്റിംഗ് ദ വെർട്ടിക്കൽ ഫീഡ് ഓഫ് ദ സ്ക്രൂ ഓഫ് ദ ടേബിൾ. സെയിം വേ ടേബിളിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. Okay, so I hope you understand plain milling cutter and side milling cutter difference. One is production of flat horizontal surface on the workpiece by using a plain milling cutter. Slab milling cutter ayalum plain milling cutter ayalum same aanu. Depth of cut is given by in both rotating the vertical feed screw of the table, right? അതിനിടയ്ക്ക് നമ്മൾ ഫേസ് മില്ലിംഗ് പറഞ്ഞു. ഫേസ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമ്മളൊരു ഫേസ് ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് സർഫേസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് വി വിൽ യൂസ് എ ഫേസ് മില്ലിംഗ് കട്ടർ വേർ ദിസ് ആക്സിസ് വിൽ ബി അല്ലെ, ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ വർക്ക് പീസ് ആയിരിക്കും, റൈറ്റ്? സോ 3 ഓപ്പറേഷൻസ് നമ്മൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫേസ് മില്ലിംഗ് വിട്ടുപോയതാണ്. ഓക്കെ, പ്ലെയിൻ മില്ലിംഗ്, ഫേസ് മില്ലിംഗ് ആൻഡ് സൈഡ് മില്ലിംഗ്, റൈറ്റ്? എനി ഡൗട്ട്? മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ: ഫേസ് മില്ലിംഗ്, പ്ലെയിൻ മില്ലിംഗ് ആൻഡ് സൈഡ് മില്ലിംഗ്. നൗ ലെറ്റ്സ് ഗോ ടു ആംഗുലാർ മില്ലിംഗ്. ഓക്കെ, ആംഗുലാർ മില്ലിംഗ്. ആംഗുലാർ മില്ലിംഗ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ അല്ലെ, ഇറ്റ്സ് ഓപ്പറേഷൻ ഓഫ് മെഷീനിങ് എ ഫ്ലാറ്റ് സർഫേസ് അറ്റ് an angle. Okay, an angular surface, production of an angular surface on the workpiece. Okay, other than right angle, നമ്മൾ ആക്സിസ് ഓഫ് ദ റിവോൾവിംഗ് കട്ടറിന് അതർ ദാൻ റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഒരു ആംഗിൾ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾഡ് സർഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, so you can see this operation figure, schematic diagram. അതായത് നമ്മൾ ആംഗിൾ മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചു, right? You are using a angle milling cutter. Workpiece is here. You can see the cutting. ആ കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ പാർട്ടാണ് നിങ്ങൾ ഈ താഴെ കാണുന്നത്. ദ സെയിം തിങ് തന്നെയാണ് നമ്മൾ മേലെയും കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു വി ബ്ലോക്ക് ആണ് അല്ലേ. You can see this V block. So production of V block is done by using a angle milling cutter. Okay, angle milling cutter ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. The cutter may be used അല്ലേ, എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട് പൊതുവെ. ഓക്കെ, എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, now one more thing.
ഈ ആംഗുലാർ സർഫേസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കട്ടേഴ്സ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കട്ടേഴ്സ്, വൈൽ യു സീയിങ് കട്ടേഴ്സ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ആംഗുലാർ മില്ലിംഗ് ആകുന്ന സമയത്ത് ആംഗിൾ 2 ടൈപ്സ് ഉണ്ട് അല്ലേ? ബോത്ത് സിംഗിൾ ആൻഡ് ഡബിൾ ആംഗിൾ കട്ടേഴ്സ് ഉണ്ട്, റൈറ്റ്? സിംഗിൾ ആൻഡ് ഡബിൾ ഹാൻഡഡ് കട്ടേഴ്സ് ഉണ്ട്. സോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ വെദർ നമ്മളെ സർഫേസ് ടു ബി മെഷീൻഡ് ഈസ് സിംഗിൾ ഓർ ഡബിൾ, അതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യും, റൈറ്റ്? സോ ദാറ്റ് ഈസ് കോൾഡ് ആംഗുലാർ മില്ലിംഗ്. ഓക്കെ, ദ operation of machining or making a surface flat at an angle is called angular milling. Okay, production of V block is done mostly by using angular milling. Okay, നമ്മളൊരു ആംഗിൾ മില്ലിംഗ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗുലാർ മില്ലിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ഓക്കെ, now let us go to gang milling. Okay, gang milling. What do you mean by gang milling? Gang milling എന്ന് പറയുന്നത് സിമിലർ ഓപ്പറേഷൻ ഓഫ് മെഷീനിങ്. ഒരു വലിയൊരു വർക്ക് പീസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, വിൽ ഡു എ കൺസിഡർ എ വർക്ക് പീസ് where we will, by using several milling cutters simultaneous ആയിട്ട് ഒരു പല രീതിയിലുള്ള മില്ലിംഗ് കട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗ്യാങ് ആയിട്ട് മില്ല് ചെയ്യുന്നു. That is known as gang milling cutter, gang milling operation. Okay, so the operation for machining several surfaces simultaneously. Okay, several surfaces simultaneous ആയിട്ട് ചെയ്യുന്നു. The thing is here, the milling cutters can be different. Okay, different size, different diameters, അല്ലെങ്കിൽ number of cutters also different ആയിട്ടുള്ള cutters, numbers 3 4. Okay, different numbers of milling cutters, different size, different diameters ഉള്ള milling cutters ഒരു സെയിം ആബറിൽ അല്ലെങ്കിൽ ഒരു സെയിം ടൂൾ ഹോൾഡിംഗ് ഡിവൈസിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് we will do a milling operation so that we will get flat surface along with a slot at the center. Okay, that is known as gang milling. Okay, gang milling. Doubt illalo, can clearly see what it is. Okay, gang milling. ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? Yes, okay. So form, next one is form milling. Okay, ഫോം മില്ലിംഗ് എന്ന് പറയുന്നത്, യു നോ ദാറ്റ് വാട്ട് ഈസ് എ ഫോം കട്ടർ അല്ലെ? ഫോം കട്ടർ എന്ന് പറയുന്നത് ഓർമ്മയുണ്ട്. സോ വാട്ട് എവർ കട്ടേഴ്സ് അല്ലെ, പല രീതിയിലുള്ള കട്ടേഴ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ തിങ് ഈസ് ഫോം, റൈറ്റ്? വൺ ഓഫ് ദ കട്ടർ ഈസ് ഫോം കട്ടേഴ്സ്. നിങ്ങൾ ഓർമ്മയില്ലേ? ഞാൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ ഫോം കട്ടർ എന്ന് പറയുന്നത്? സോ നമ്മൾ എന്താണുള്ളത് അത് അതുപോലെ വർക്കിൽ ഡെപിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കട്ടേഴ്സിനെയാണ് ഫോം കട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഓക്കെ, കോൺവെക്സ് ആണെങ്കിൽ കോൺകേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ, ലൈക്ക് ദാറ്റ് ഫോം കട്ടേഴ്സ്. ലൈക്ക് വൈസ് ഫോം മില്ലിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഇറഗുലർ കൗണ്ടേഴ്സ് ആൻഡ് ഓഫ് പ്രൊഫൈൽസ് സ്പെസിഫിക് ഇൻ ഷേപ്പ്, അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഫോം മില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോം കട്ടർ ഉപയോഗിച്ചുകൊണ്ട് വി വിൽ യൂസ് എ ഫോം കട്ടർ and we will make or will produce a irregular shaped counters or profiles, or in a profiles in a specific shape, or particular shape illulla
പ്രൊഫൈല് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോം മില്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, we'll call it as foam milling. Is that okay? Foam milling. So you know now plain milling or slab milling, phase milling പഠിച്ചു, angular milling പഠിച്ചു, gang milling പഠിച്ചു, foam milling പഠിച്ചു, റൈറ്റ്? ഡിഫറൻസ് ഞാൻ സ്പീഡ് കൂടുന്നില്ലല്ലോ, പതുക്കെ പറയുകയാണ്. ഓപ്പറേഷൻസ് ഇപ്പോൾ തന്നെ ഒരു യു മസ്റ്റ് നോ ഈച്ച് ഓപ്പറേഷൻസ് വെരി വെൽ. ഓപ്പറേഷൻസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ലൈക്ക് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ they will ask like name different operations in milling machine and describe any 2 or 3 ചോദിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കാം. ഓപ്പറേഷൻസ്, എക്സ്പ്ലെയിൻ ഓപ്പറേഷൻസ് ഇൻ മില്ലിംഗ് മെഷീൻ ഫോർ എ ഹയർ മാർക്ക്. ഓക്കെ, ആ ഒരു രീതിയിൽ ചോദിക്കുമ്പം യു മസ്റ്റ് റൈറ്റ് വാട്ട് ഈസ് ദാറ്റ് ഓപ്പറേഷൻ. അതായത് ഓപ്പറേഷൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഏത് ഓപ്പറേഷൻ ആയാലും അതെന്താണ്, എന്തിനാണ് എന്നുള്ളത് കാണാം. അതായത് ടു മേക്ക് ഇറ്റ് എ ഫ്ലാറ്റ് സർഫേസ് ഓർ എ ഇറഗുലർ സർഫേസ് ഓർ വെർട്ടിക്കലി ഫ്ലാറ്റ്, അതെന്താണെന്ന് ഡെപിക്റ്റ് ചെയ്യുക ഫസ്റ്റ്. അത് ഏത് കട്ടർ ഉപയോഗിച്ചിട്ടാണെന്ന് ഡെപിക്റ്റ് ചെയ്യുക. അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെസിഫിക് പോയിന്റ് നോട്ടീസ് ചെയ്യുക. അങ്ങനെ രീതിയിൽ ഓൾ ഓപ്പറേഷൻസ് ഇൻ എ 3 or 4 points യു മസ്റ്റ് നോ. ഓക്കെ, ഞാൻ ഈ എഴുതിയത് പഠിക്കണം എന്നല്ല പറയുന്നത്, ഇത് ഞാൻ നിങ്ങൾക്ക് പറയേണ്ടിയിട്ട് മാത്രം മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, വിട്ടു പോവാതിരിക്കേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ ഇതിൽ. ഓക്കെ ഓക്കെ സോ ഇത്രയും ഓപ്പറേഷൻസ്. പ്ലെയിൻ മില്ലിംഗ് ആയിക്കോട്ടെ, പ്ലെയിൻ മില്ലിംഗ് പറഞ്ഞു ഞാൻ, സ്ലാബ് മില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടില്ല അല്ലേ. സോ I have told you what is a slab milling operation, what is different between a plain milling cutter and slab milling cutter. Okay, then the phase milling പറഞ്ഞു. Phase milling you already know what is phase milling. We have detail ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലേ phase milling, how phase milling operation is being done, what is a phase milling cutter എല്ലാം പഠിച്ചു. അതുകൊണ്ട് ഞാൻ phase milling operation സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ദെൻ സൈഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് നമ്മൾ സ്ലൈഡ് മില്ലിംഗ് ചെയ്യുന്നു. ആംഗുലാർ മില്ലിംഗ്, സോ ദിസ് പ്രൊഡക്ഷൻ ഓഫ് വി ബ്ലോക്ക് ഈസ് ഡൺ ബൈ യൂസിങ് ആൻ ആംഗുലാർ മില്ലിംഗ്. ദെൻ എ ഗാങ് മില്ലിംഗ് ഓപ്പറേഷൻ വെയർ ഡിഫറെൻറ്റ് ഡയാമീറ്ററുള്ള അല്ലെ ഡിഫറെൻറ്റ് സൈസുള്ള കട്ടേഴ്സ് ഒരു പെർട്ടിക്കുലർ സൈസ് ഓഫ് ആർബറിൽ അല്ലെങ്കിൽ ഒരു സിംഗിളി മൗണ്ടഡ് ഓൺ ആർബറിൽ അല്ലെങ്കിൽ ഒരു ടൂൾ ഹോൾഡിംഗ് ഡിവൈസിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് we will produce a surface, okay, several surfaces on a work pieces simultaneously. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗാങ് മില്ലിംഗ് എന്ന് വിളിക്കുന്നത്. Then we studied a foam milling where the operation is used to produce irregular counters or some specific profiles, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള സ്പെസിഫിക് പ്രൊഫൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫോം മില്ലിംഗ് അല്ലെങ്കിൽ ഫോം മില്ലിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ വി യൂസ് എ ഫോം മില്ലിംഗ് കട്ടർ. ഓക്കെ, റൈറ്റ്. സോ അഡ്വാൻറ്റേജസ് ഓൺലി വെൻ മോർ നമ്പർ ഓഫ് പാർട്സ് ആർ ടു ബി മെഷീൻഡ് അല്ലേ. നമ്മൾ ഒരു മാസ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഫോം മില്ലിംഗ് കട്ടർ ഉപയോഗിക്കുക. സെവറൽ സർഫേസസ് ക്യാൻ ബി മിൽഡ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ദിസ് ഇസ് ഫോം. നൗ ലെറ്റ്സ് സീ കീ വേ മില്ലിംഗ്. നിങ്ങൾക്കറിയാം കീ വേ, പീ സ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. കീ വേസ് നമ്മുടെ ഡോറിലൊക്കെ ഉണ്ടാകുന്ന കീ വേസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ സെവറൽ പാർട്സിൽ മെഷീൻഡ് പാർട്സിലൊക്കെ കാണുന്ന കീ വേസ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കീ വേ മില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കീ വേ പ്രൊഡക്ഷൻ ഓഫ് കീ വേ സ്ലോട്ട്സ്. ഓക്കെ, ടീ സ്ലോട്ട് മില്ലിംഗ് എന്ന് പറയാം. ടീ സ്ലോട്ട് കട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, തിൻ സൈസ്ഡ് കട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് മില്ലിംഗ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് കീ വേ ചെയ്യുന്നത്. ലൈക്ക് ദിസ്, ഈ ഫിഗർ കാണുന്നില്ലേ, കീ വേ, ക്ലോസ്ഡ് കീ വേ വിൽ യൂസ് ദിസ് ഓപ്പൺ കീ വേ, റൈറ്റ്. ഇത് നമ്മൾ ഒരു മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട്, ആൻഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വർക്കിൽ വിൽ ഡു ഇറ്റ്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് കീ വേ മില്ലിംഗ്. ഓക്കെ, കീ വേ മില്ലിംഗ്. Then next one is
straddle milling, straddle milling, a straddle milling. Okay, what in way straddle milling and how your operation in a milling machine, how we will operate a straddle milling. Okay, എന്താണ് straddle milling? So straddle milling is the operation used to produce a flat vertical surface on the opposite faces of the job, or you can see on both sides of the workpiece. Okay, രണ്ട് സൈഡിൽ ഒരു വർക്ക് പീസിൻ്റെ രണ്ട് സൈഡിലായിട്ട്, ബോത്ത് സൈഡ് അല്ലേ, സൈഡിലായിട്ട് ഒരു ഫ്ലാറ്റ് വേർട്ടിക്കൽ സർഫേസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ട്രഡിൽ മില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രഡിൽ മില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ്. സോ ദിസ് ഇസ് ദ തിങ്, യു ക്യാൻ സീ ദ ഫിഗർ അല്ലേ, ഫിഗർ കാണുന്നല്ലേ. ഓപ്പറേഷൻ ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് എ ഫ്ലാറ്റ് വേർട്ടിക്കൽ സർഫേസ്. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടുള്ള വേർട്ടിക്കൽ സർഫേസ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ഇത് രണ്ട് കട്ടറാണ്, ഇത് ആബറാണ്. സോ ദിസ് വിൽ റിവോൾവ് അല്ലേ, ദിസ് ഇസ് എ വർക്ക്. സോ ഇതെങ്ങനെ റിവോൾവ് ചെയ്യുമ്പം എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ദിസ് ഇസ് എ ഫ്ലാറ്റ് ഫ്ലാറ്റ് വേർട്ടിക്കൽ സർഫേസ് അല്ലെ, ഫ്ലാറ്റ് വേർട്ടിക്കൽ സർഫേസ്. ഓക്കെ, ഫ്ലാറ്റ് വേർട്ടിക്കൽ സർഫേസ്, ഒരു വർക്കിന്റെ രണ്ട് സൈഡ്. സോ ഓൺ ദ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ദ ജോബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ വർക്ക് പീസ് എന്ന് പറയാം. ഓക്കെ, ബോത്ത് സൈഡ് ഓഫ് ദ വർക്ക് പീസ്, ഇത് ഫേസ് എന്നാണ് പറയാം ഇതിനല്ലേ. സോ ഓപ്പോസിറ്റ് ഫേസസ് അല്ലെങ്കിൽ ബോത്ത് സൈഡ് ഓഫ് എ വർക്ക് പീസ്. ഓക്കെ, ബൈ യൂസിങ് ഒരു സൈഡ് മില്ലിംഗ് കട്ടേഴ്സ്. ഓക്കെ, സൈഡ് മില്ലിംഗ് കട്ടേഴ്സ്, രണ്ട് സൈഡ് മില്ലിംഗ് കട്ടേഴ്സ് നമ്മൾ ഒരു സെയിം ആബറിൽ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ട്രഡിൽ മില്ലിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്പേസിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു കട്ടേഴ്സ് സ്പേസസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ മോസ്റ്റ്ലി these straddle milling operation is used to produce square or hexagonal surfaces. Okay, small number of components are to be produced. അപ്പം ഏറ്റവും കുറവ് നമ്പർ ഓഫ് കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലേ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ എൻഡ് മില്ലിംഗ് കട്ടർ ആൻഡ് ടീ സ്ലൂട്ട് മില്ലിംഗ് കട്ടർ. ഓക്കെ, ടീ സ്ലൂട്ടും എൻഡ് മില്ലിംഗും ആണ് അടുത്തത്. എൻഡ് മില്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് അല്ലെ, കീവേ നമ്മൾ കട്ട് ചെയ്യുന്നതിന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കീവേ കട്ടിങ് തന്നെയാണ് എൻഡ് മില്ലിംഗ് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എൻഡ് മില്ലിംഗ് ഓർ കീവേ അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചു കീവേ, സ്ലോട്ട് മിൽ, കീവേ കട്ടിങ് ആൻഡ് ഡിഫറെൻറ്റ്. ഓക്കെ, ആ ഒരു രീതിയിൽ എൻഡ് മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻഡ് മില്ലിംഗ് എന്ന് പറയുന്നത്. വി വിൽ സേ ഇറ്റ് ആസ് എൻഡ് മില്ലിംഗ് ഓൾസോ. ഇൻ എൻഡ് മില്ലിംഗ് ഓപ്പറേഷൻ ദ മില്ലിംഗ് കട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്ലോട്ട്സ്, ഗ്രൂവ്സ്, കീവേസ് അല്ലെ. ഓക്കെ, this is it. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ യു ഹാവ് എ എൻഡ് മില്ലിംഗ് കട്ടർ വെൻ വർക്ക്, ദെൻ യു ക്യാൻ സീ അല്ലെ സ്ലോട്ട്സ് അല്ലെ. ഈ സ്ലോട്ട്സിനെയാണ് നോർമലി വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ ഡൂയിങ് ദിസ് എൻഡ് മില്ലിംഗ് കട്ടർ. ഓക്കെ, ഈ ടീ സ്ലോട്ട് മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ് അല്ലെ. ദ ഓപ്പറേഷൻ പ്രൊഡ്യൂസ്ഡ് ടു മേക്ക് ടീ സ്ലോട്ട്സ് അല്ലെ. ഒരു വർക്ക് ടാബിൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ മില്ലിംഗ് ടേബിൾ ആയാലും ടാബിൾസ് അല്ലേ, യൂസ് ടാബിൾസ് റൈറ്റ് ടു ഹോൾഡ് വർക്ക് പീസ്. ഈ വർക്ക് പീസിന്റെ ടാബിൾസിലൊക്കെ നമ്മളൊരു ടീ സ്ലോട്ട് കാണുന്നുണ്ട് അല്ലേ, ടീ സ്ലോട്ട്സ്. ഈ ടീ സ്ലോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ടീ സ്ലോട്ട് മില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ യൂസിങ് എ ടീ സ്ലോട്ട് കട്ടർ യു വിൽ മേക്ക് എ ടീ സ്ലോട്ട് ഓൺ ദ വർക്ക് പീസ്. ഓക്കെ, റൈറ്റ്. To understand these different types of milling, different types of milling operations, different types of milling operations. Okay, now let me show you one video so that you can understand more. ഒരു വീഡിയോ കാണിക്കാം. Slot milling. Okay, milling operations. This is it.
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിൻ്റെ മില്ലിംഗ് മെഷീനാണ്. ഓക്കെ, ഒരു മില്ലിംഗ് മെഷീൻസിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാം. ആർ ഏബിൾ ടു അല്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ, കാണാൻ പറ്റുന്നില്ലേ? സി ഫോളോ ചെയ്യുന്നില്ലേ? ഹലോ. Yes, milling operations. See now, let's see different milling operations. Plain milling. Okay, plain milling. Plain milling എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്? പ്ലെയിൻ മില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് അല്ലെ, ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർഫേസ്, പ്ലെയിൻ സർഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ in this, axis of rotation of the milling cutter is parallel. അല്ലേ, see this, ഇതാണ് ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടർ. ഓക്കെ, can see this, this is a plain milling cutter. ഇത് ഈ ഷാഫ്റ്റ് അല്ലെങ്കിൽ ആർബർ എന്ന് പറയുന്നത് ഈ ഒരു ഹോളിലൂടെയാണ് നമ്മൾ ടൂൾ ഹോൾഡ് ചെയ്യുന്നത്, റൈറ്റ്? ഓക്കെ, സോ ഇതിൽ വർക്ക് പീസ് ഉണ്ടെങ്കിൽ വർക്ക് പീസും ഈ ഒരു ആക്സിസും അല്ലേ, ഈ കട്ടറിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. സോ കട്ടർ ആക്സിസ് ആൻഡ് the workpiece will be parallel, അല്ലേ. So the axis of rotation of the cutter will be parallel, അല്ലേ, horizontal surface is parallel to the axis of rotation of the cutter. അതിനെയാണ് നമ്മൾ പ്ലെയിൻ മില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, so see, plain milling are used for machining flat and horizontal surface. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലെയിൻ മില്ലിംഗ് ചെയ്യുന്നത്. This plain milling operation can be otherwise called as slab milling. Slab milling use ചെയ്യാൻ പറ്റും. According to the relative motion between the table and workpiece, the plain milling machine can be classified as up milling and down milling. That is, you already know that. Up milling and down milling എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് മില്ലിംഗ് ഉണ്ട് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. Just see this, up milling. Up milling എന്നാണെങ്കിൽ the feed and കട്ടറിൻ്റെ rotation will be in opposite direction, right? That's it. So upward cutting വരുന്നതിനെയാണ് നമ്മൾ up milling എന്ന് പറയുന്നത്. So the milling cutter rotates in the direction opposite to the feed direction of the workpiece. That is milling. The material is removed by the resultant force. In down milling, the same. എങ്ങോട്ടാണ് കട്ടർ rotate in the same way, feed will be given. So direction of milling cutter rotates as the same as the workpiece feed direction. That is known as down milling. So in down milling, the resultant force presses the workpiece against the base. That's it. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, cutter with higher rake angle can be used for down milling. And down milling, ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർമ്മിച്ചത്, യു നോ ഓൾറെഡി ദാറ്റ് ഡൗൺ മില്ലിംഗ് ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ സർഫേസ് ഫിനിഷ് തരുന്നത് അല്ലേ. ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ മാക്സിമം രീതിയിൽ ബെറ്റർ സർഫേസ് ഫിനിഷ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ദിസ് ഡൗൺ മില്ലിംഗ് ആണ്. ഓക്കെ, അപ്പ് മില്ലിംഗിൽ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. നൗ ഫേസ് മില്ലിംഗ്, യു നോ ദിസ്, ഞാൻ ഈ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി ഫേസ് മില്ലിംഗ് എന്താണെന്നുള്ളത്. So by using a phase milling cutter, like axis of rotation, like axis of rotation is perpendicular to the workpiece surface. Like surface generate ചെയ്യുന്നതിന് ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫേസ് മില്ലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റൈറ്റ്, ഫേസ് മില്ലിംഗ് ടൂൾ ആക്സിസ് is orthogonal to the surface to be generated. Orthogonal എന്ന് പറഞ്ഞാൽ 90 degree, right? Phase milling, the tool does not cut with this phase, as the name of the method indicates the phase milling. Okay, right. The peripheral cutting edges removes the metal primarily, and phase cutting edge acts as a secondary cutting edge. ഈ പേര് പറയുന്നത് പോലെ നിങ്ങൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഫേസ് മില്ലിംഗ് കട്ടറാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനടിയിലുള്ള ഫേസ് ആണ് കട്ട് ചെയ്യുന്നത് എന്ന്. അല്ല, ഈ പെരിഫറൽ കട്ടിങ് എഡ്ജസിൽ ഇത് തന്നെയാണ് കട്ട് ചെയ്യുന്നത്.
The first one, okay, the major cutting is primarily the peripheral cutting edges only. So this peripheral cutting edges removes metal primarily, and face cutting edge, face cutting edge എന്താണ് സംഭവിക്കുന്നത്, act as a secondary cutting edges only. Okay, please note this point. Okay, ഓർമ്മ വേണം ഈ പോയിന്റ്. അത് ഏതൊരു ഫേസ് മില്ലിംഗ് കട്ടർ ആയാലും. ഓക്കെ, ഓക്കെ. നൗ സ്ട്രാഡിൽ മില്ലിംഗ്, ഞാൻ ഈ ലാസ്റ്റ് പറയുന്നത് അല്ല, സ്ട്രാഡിൽ മില്ലിംഗ്. സ്ട്രാഡിൽ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതാ ഇത് ഒരൊറ്റ ഒരു ആബറാണ് അല്ലേ, ആബർ, ഒരു സിംഗിൾ ആബറാണ്. യു ക്യാൻ സീ 2 സൈഡ് മില്ലിംഗ് കട്ടേഴ്സ് ആൻഡ് എ വർക്ക് പീസ്. വർക്ക് പീസിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണാം. Straddle milling is an operation which a pair of side milling cutters are used for machining 2 parallel vertical surface of the workpiece simultaneously. കാണുന്നുണ്ടല്ലോ, ഈ 2 vertical surfaces ആണ് ഇപ്പോഴുണ്ടായത്, റൈറ്റ്? Vertical surface, flat vertical surface. The distance between the cutter edges is by the spacers. Spacers വെച്ചിട്ടാണ് ചെയ്യുന്നത്. Now this is gang milling. Gang milling അല്ലെ, ആബറുണ്ട്, സൈഡ് മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ gang milling ചെയ്യുന്നത്. The gang milling is the operation of machining several surfaces on a workpiece simultaneously by feeding the table against a number of milling cutters. Please note that this number of milling cutters, okay, this method saves machining time, right? In gang milling, the cutter speed is calculated from the cutters of the largest diameter. അതായത് നമ്മുടെ gang milling operation, already you know that gang milling operation is used for machining several surfaces അല്ലെ. ഒരു several surfaces ഒരു വർക്ക് പീസിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യുന്നതിനാണ് gang milling എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ. സോ you have to note that in a single arbor these side milling cutters have been placed അല്ലെ, സൈഡ് മില്ലിംഗ് കട്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ദ തിങ് ഈസ് വി ക്യാൻ യൂസ് ഡിഫറെൻറ്റ് സൈസ് ഡയമീറ്റേഴ്സ്. ഓക്കെ, ഒന്നിക്കൽ സെയിം നമ്പർ ഓഫ് കട്ടേഴ്സ് തന്നെ സെയിം ഡയമീറ്ററിലുള്ളത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് ഡയമീറ്റർ. അപ്പോൾ ഡിഫറെൻറ്റ് ഡയമീറ്ററിലാണെങ്കിൽ തന്നെ ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഇഫ് യു ഇമാജിൻ യു ആർ യൂസിങ് എ ഡിഫറെൻറ്റ് സൈസ് ഡയമീറ്റർ cutters, then in that largest diameter ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ. ഇനി form milling. You can see the form milling. Okay, the form milling is the operation of producing irregular counters by using a form cutters. irregular ആയിട്ടുള്ള ഒരു കൗണ്ടർ വർക്ക് പീസിൽ ചെയ്യുന്നതിനാണ്. കോൺവെക്സ് മില്ലിംഗ് ഈസ് വൺ ഓഫ് ദ ഫോം മില്ലിംഗ് ഓപ്പറേഷൻ. നിങ്ങൾക്ക് അറിയാം അല്ലെ, കോൺവെക്സ് മില്ലിംഗ്. ഇനി എൻഡ് മില്ലിംഗ്. വാട്ട് യു മീൻ ബൈ എൻഡ് മില്ലിംഗ്? സോ എൻഡ് മില്ലിംഗ് കട്ടേഴ്സ്. ഓക്കെ, ബൈ യൂസിങ് എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് വർക്ക് പീസ് ഫീഡ് will be given through workpiece. This is known as end milling operation is producing narrow sloots, grooveways, vertical flat surfaces on the workpiece. ഇതൊക്കെ നമുക്കൊരു എൻഡ് മില്ലിങ്ങിൽ ചെയ്യാൻ പറ്റും. യു വിൽ യൂസ് എ എൻഡ് മില്ലിംഗ് കട്ടേഴ്സ് ടു പ്രൊഡ്യൂസ്. സോ ഓക്കെ, സോ ദ എൻഡ് മില്ലിംഗ് ക്യാൻ ബി പെർഫോംഡ് വെർട്ടിക്കലി, ഹൊറിസോണ്ടലി ഓർ അറ്റ് ആൻ ആംഗിൾ ഓൺ ദ റെഫറൻസ് ടു ദ ടാബ്. ഇനി ആംഗുലാർ മില്ലിംഗ്, നിങ്ങൾ ഈ കാണുന്നത് സിംഗിൾ സൈഡ് ആണ് അല്ലേ, സിംഗിൾ സൈഡ് ആംഗുലാർ മില്ലിംഗ് കട്ടറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഡബിൾ സൈഡ് അല്ല, സിംഗിൾ സൈഡ്. We can use double side also in an arbor by holding it. We will make angular surfaces. Okay, the operation of producing an angular surfaces on the workpiece. You can see angular surface is being produced. അല്ലേ, ഒരു ആംഗുലാർ സർഫേസ് പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടോ, കാണുന്നില്ലേ? ഓക്കെ, ഇത് സിംഗിൾ ആംഗിൾ ആവാം, ഡബിൾ ആംഗിൾ ആവാം. ഓക്കെ, ബൈ യൂസിങ് എ സിംഗിൾ ആംഗിൾ ഓർ ഡബിൾ ആംഗിൾ. നൗ ടീ സ്ലോട്ട് മില്ലിംഗ് ഓൾറെഡി പറഞ്ഞു. നമ്മളെ സ്ലോട്ട്സ്, വർക്ക് പീസിലുള്ള സ്ലോട്ട്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. സോ ടീ സ്ലോട്ട് മില്ലിംഗ് കട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, വർക്ക് പീസ് വിൽ ബി ദെയർ, വിൽ ഹോൾഡ് ഇറ്റ്.
and we will do it in a vertical milling machine. Okay, mostly vertical milling machine lana nammal cheya. Okay, in a T-slot milling operation, first a plain slot is cut on the workpiece by a slide milling cutter. ആദ്യം ഒരു സൈഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ട് ഒരു കട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ T-slot milling cutter ഉപയോഗിച്ച് വിൽ ഡു ഇറ്റ്. Now this one, this is a different one, gear milling. Okay, gear milling. അത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ് ഗിയർ മില്ലിംഗ്. ഗിയർ കട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, ഗിയർ കട്ടിംഗ്. സോ ഗിയർ കട്ടിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഗിയർ കട്ടർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഫോം റിവീൽഡ് കട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗിയർ കട്ടിംഗ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഗിയർ ടൈപ്പ് കട്ടർ, ഫോംഡ് ഗിയർ കട്ടർ എന്നാണ് പറയുക. ഫോംഡ് ഗിയർ കട്ടർ അതായത് നമ്മുടെ ഗിയർ അറിയില്ല, നിങ്ങളിപ്പോൾ ഗിയർ പഠിക്കുന്നില്ലേ, യു ഓൾറെഡി സ്റ്റഡി ഇൻ മോം റൈറ്റ്, ഗിയേഴ്സ് പഠിക്കും. ഓക്കെ, ഗിയേഴ്സ് പഠിക്കുന്ന സമയത്ത് ഗിയറിൻ്റെ ടീത്ത്സ് ഇല്ലേ, ഗിയേഴ്സിൻ്റെ ടീത്ത് പോലെയാണ് ഈ കട്ടറിൻ്റെ ടീത്ത് ഉണ്ടാവുക, ഫോംഡ് ഗിയർ ടീത്ത് ഉണ്ടാവുക. ഓക്കെ, അതിനനുസരിച്ചിട്ട് ഒരു ഗിയർ ബ്ലാങ്ക് ഉണ്ടാവും. സോ വി വിൽ കട്ട് ഇറ്റ് ബൈ യൂസിങ് ആൻ ഇൻഡെക്സിങ് ഹെഡ്. വി വിൽ സ്റ്റഡി വാട്ട് ഈസ് ഇൻഡെക്സിങ് ഹെഡ്. ഓക്കെ, എന്താണ് ഇൻഡെക്സിങ് ഹെഡ് എന്ന് നമുക്ക് പഠിക്കാം. ജസ്റ്റ് സീ ദിസ്. The gear milling operation is performed in a horizontal milling machine by using a formed milling cutter. ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ തിരിച്ചു വരും നെക്സ്റ്റ് ഡേ. ഓക്കെ, the cutter carries the profile on its cutting edge corresponding to the required profile of the gap between the gear teeth. Okay, ഗിയർ ടീത്തിൽ ഉണ്ടാവുന്ന ആ ഗ്യാപ്പ് അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ടർ പ്രൊഫൈൽസ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഓപ്പറേഷൻസിനെ പറ്റി പറയാനുള്ളത്. ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. സോ ഓപ്പറേഷൻസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ട് അല്ലേ? പ്ലീസ് നോട്ട്, പ്ലെയിൻ മില്ലിംഗ് ഓർ സ്ലാബ് മില്ലിംഗ്, ഫേസ് മില്ലിംഗ് ഉണ്ട്, ആംഗുലാർ മില്ലിംഗ്, സ്ട്രാഡൽ മില്ലിംഗ്, ഗാങ് മില്ലിംഗ്, ആൻഡ് മില്ലിംഗ്, ഫോം മില്ലിംഗ് അല്ലേ, സൈഡ് മില്ലിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, T-slot മില്ലിംഗ്. ഓക്കെ, ഇത്രയും ടൈപ്സ് ഓപ്പറേഷൻസ് ഉണ്ട്. അടുത്ത നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ എടുക്കാം. ഓക്കെ.